Welcome to BSc Main Physics, Paper 4, Digital Electronics and Computer Science, Semester 6, Paper 4, 64th lecture. 64th lecture. And today the topic of discussion is best organization of 8085 or 8085 microprocessor. Best organization of 8085 microprocessor. That is the topic of discussion today. And this will be explained first, and some of the important questions also we see. I have given some questions in the question paper, and that is also discussed. Those questions are also discussed in this class. Some of the questions. So you look, best organization of 8085 microprocessor. What is the meaning of best organization? ബസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് കണ്ടക്ടിങ് വയേഴ്സ്. യു റിമെമ്പർ, ഈ ബസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധാരണ ട്രാൻസ്പോർട്ട് ബസ് അതൊന്നുമല്ല ആലോചിക്കേണ്ടത്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കണ്ടക്ടിങ് വയേഴ്സ്, ചാനൽസാണ്. ഈ പൾസ് കടന്നു പോകുന്ന, ഇലക്ട്രിക്കൽ പൾസ് കടന്നു പോകുന്ന വയേഴ്സാണ് ഈ ബസ് എന്ന് പറഞ്ഞാൽ. ബസ് എ ഗ്രൂപ്പ് ഓഫ് കണ്ടക്ടിങ് വയേഴ്സ് വിച്ച് ക്യാരിസ് ഇൻഫർമേഷൻ. ഓൾ ദി പെരിഫറൽസ് ആർ കണക്റ്റഡ് ടു ദി മൈക്രോ പ്രോസസർ ത്രൂ ബസ്. അപ്പോൾ ഈ കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ ബസ് എന്ന് പറയുന്നത്. എല്ലാ പെരിഫറൽസും, അതായത് ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും എല്ലാം, ക്യാമറയും എല്ലാം ഈ ബസ് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ഡയഗ്രാം ടു റെപ്രസെൻറ്റ് ബസ് ഓർഗനൈസേഷൻ സിസ്റ്റം ഓഫ് 8085 മൈക്രോ പ്രോസസർ ഈസ് ഷോൺ ബിലോ. അപ്പോൾ അതിലൊരു ഡയഗ്രാമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 8085 മൈക്രോ പ്രോസസറിലെ ബസ് ഓർഗനൈസേഷൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം നമുക്കിങ്ങനെ വരയ്ക്കാം. എന്തൊക്കെയാണ് നോക്കിക്കേ. 3 ബസ് സിസ്റ്റമാണ് ഉള്ളത്, 3 കണക്റ്റിംഗ് വയർ സിസ്റ്റമാണ് ഉള്ളത്. ഒന്ന് അഡ്രസ് ബസ്, രണ്ടാമത് ഡേറ്റാ ബസ്, മൂന്നാമത് കൺട്രോൾ ബസ്. 3നെ കുറിച്ച് നമുക്ക് ഒരു സെൻറ്റൻസ് പറയാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ഈസ് അഡ്രസ് ബസ് ഇൻ 8085 MPU. അപ്പോൾ ഇവിടെ 3 അഡ്രസ് ബസ് ലൈൻസ് കാണിച്ചിരിക്കുകയാണ്. അഡ്രസ് ബസ് ലൈൻസ്. ഇപ്പോൾ മൈക്രോ പ്രോസസർ യൂണിറ്റ് ആണ്, MPU ആണ്. MPU 8085 മൈക്രോ പ്രോസസർ യൂണിറ്റ്, MPU എന്ന് പറയും. മൈക്രോ പ്രോസസർ യൂണിറ്റിൻ്റെ അബ്രിവിയേഷനാണ് MPU, അല്ലെങ്കിൽ MUP എന്ന് പറയും. MUP മൈക്രോ പ്രോസസർ. അപ്പോൾ 3 ബസ്സുകൾ കാണിച്ചിരിക്കുന്നു. അഡ്രസ് ബസ്, ഡേറ്റാ ബസ്, കൺട്രോൾ ബസ്. അത് കണക്ട് ചെയ്തിരിക്കുന്നത് 3ഉം മെമ്മറിയിലേക്ക്, അതേപോലെ തന്നെ ഇൻപുട്ടിലേക്ക്, ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ആ കണക്ഷനാണ് ആരോ കാണിക്കുന്നത്. അപ്പോൾ എന്താണ് അപ്പടം? ബസ് ഓർഗനൈസേഷൻ സിസ്റ്റം ഓഫ് 8085 MPU. അപ്പോൾ ചോദിക്കുകയാണ്, ഡ്രോ ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ബസ് ഓർഗനൈസേഷൻ ഓഫ് 8085 മൈക്രോ പ്രോസസർ എന്ന് ചോദിച്ചാൽ ഈ പടമാണ് വരയ്ക്കേണ്ടത്, ദ ബസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ബസ്സിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. യു സി ബസ്സസ്, ദർ ആർ 3 ടൈപ്സ് ഓഫ് ബസ്സസ്. നമ്പർ 1, അഡ്രസ് ബസ്. ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് കണക്റ്റിംഗ് വയേഴ്സ് വിച്ച് ക്യാരീസ് ഡേറ്റ ഓൺലി. ഡേറ്റ മാത്രം കൈകാര്യം ചെയ്യുന്ന വയേഴ്സാണ്. അഡ്രസ് ബസ് ഈസ് യൂണി ഡയറക്ഷണൽ ബിക്കോസ് ഡേറ്റ ഫ്ലോ ഇൻ വൺ ഡയറക്ഷൻ ഫ്രം മൈക്രോ പ്രോസസർ ടു മെമ്മറി ഓർ ഫ്രം മൈക്രോ പ്രോസസർ ടു ഇൻപുട്ട് ബാർ ഔട്ട്പുട്ട് ഡിവൈസസ്, ദാറ്റ് ഈസ് ഔട്ട് ഓഫ് മൈക്രോ പ്രോസസർ. ഇപ്പോൾ മൈക്രോ പ്രോസസറിൽ ഇൻഫർമേഷൻ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വയേഴ്സ്, അതിനെയാണ് അഡ്രസ് ബസ് എന്ന് വിളിക്കുന്നത്. ലെങ്ത് ഓഫ് അഡ്രസ് ബസ്. അപ്പോൾ അങ്ങനെ ഒരു ടൈമാണ് ലെങ്ത് ഓഫ് അഡ്രസ് ബസ്. വാട്ട് ഈസ് ലെങ്ത് ഓഫ് അഡ്രസ് ബസ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ലെങ്ത് ഓഫ് അഡ്രസ് ബസ് ഓഫ് 8085 മൈക്രോ പ്രോസസർ ഈസ് 16 ബിറ്റ്, ദാറ്റ് ഈസ് 4 ഹെക്സാഡെസിമൽ ഡിജിറ്റ്. നമുക്കറിയാം, ഒരു ഹെക്സാഡെസിമൽ ഡിജിറ്റിനെ നമുക്ക് 4 ബിറ്റ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 4 ഹെക്സാഡെസിമൽ ഡിജിറ്റ്, 16 ബിറ്റുള്ള 16 ബിറ്റാണ് ഈ അഡ്രസ് ബസ്സിലെ ലെങ്ത്. അതിൻ്റെ ആ ബിറ്റ് ലെങ്ത് 16 ബിറ്റാണ്, റേഞ്ചിങ് ഫ്രം 0000H. എന്ന് വെച്ചാൽ ഹെക്സാഡെസിമലാണ്. FFFH. F എന്ന് പറഞ്ഞാൽ 15 എന്ന് പറഞ്ഞ ടൈമാണല്ലോ. അപ്പോൾ 15 എന്ന് വരുന്ന ആ കേസ് വരെ. H denotes hexadecimal. The microprocessor 8085 can transfer maximum 16-bit address, which means it can address 65 36 different memory location.
അപ്പോൾ 16 ബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എടുക്കുമ്പോൾ 2⁻16 ഓർഡറിൽ വരും. അത് 6536 ഡിഫറൻറ്റ് മെമ്മറി ലൊക്കേഷനാണ്. ഇപ്പോൾ 8 ബിറ്റ് ആണെങ്കിൽ 2⁸8, 16 ബിറ്റ് ആണെങ്കിൽ 2⁻16. അതിൻ്റെ വാല്യൂ ആണ് 65536 എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ദ ലെങ്ത് ഓഫ് ദി അഡ്രസ് ബസ് ഡിറ്റർമിൻസ് ദി എമൗണ്ട് ഓഫ് മെമ്മറി എ സിസ്റ്റം ക്യാൻ അഡ്രസ്. അപ്പോൾ ഈ ലെങ്താണ് എത്രമാത്രം മെമ്മറി ഇതിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്ന് സൂചിപ്പിക്കുന്നത്. സച്ച് എ സിസ്റ്റം വിത്ത് 32 ബിറ്റ് അഡ്രസ് ഹാസ് അഡ്രസ് ബസ് ക്യാൻ അഡ്രസ് 2⁻32. 32 ബിറ്റ് ആണെങ്കിൽ 2⁻32, 16 ബിറ്റ് ആണെങ്കിൽ 2⁻16. അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഒന്നാമത്തെ ബസ് അഡ്രസ് ബസ്സിനെ കുറിച്ച് നിങ്ങൾ ആ 2 സെൻറ്റൻസുകൾ പഠിച്ചാൽ മതി. അഡ്രസ് ബസ് എന്താണെന്ന് ചോദിച്ചാൽ അത്രയും പറഞ്ഞാൽ മതി. ഇനി ഡേറ്റാ ബസ്. ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് കണ്ടക്ടിങ് വയേഴ്സ് വിച്ച് ക്യാരീസ് ഡേറ്റ ഓൺലി. ഡേറ്റ മാത്രം ക്യാരി ചെയ്യുന്നതാണ് ഡേറ്റാ ബസ്. ഡേറ്റാ ബസ് ഈസ് ബൈഡയറക്ഷണൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം. ഡേറ്റാ ബസ് ഈസ് ബൈഡയറക്ഷണൽ ബിക്കോസ് ഡേറ്റ ഫ്ലോ ഇൻ ബോത്ത് ഡയറക്ഷൻസ് ഫ്രം മൈക്രോപ്രോസസർ ടു മെമ്മറി ഓർ ഇൻപുട്ട് ബാർ output devices and from memory or input bar output devices to microprocessor. അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ട്രാൻസ്ഫർ സംഭവിക്കുന്നതാണ് ഡേറ്റാ ബസ്. അതുകൊണ്ടാണ് അതിനെ ബൈ ഡയറക്ഷണൽ ബസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എങ്ങനെയാണ്? ലെങ്ത് ഓഫ് ഡേറ്റാ ബസ് ഓഫ് 8085 microprocessor is 8 bit. That is 2 hexadecimal digits ranging from 00H to FFH. H denotes hexadecimal. അടുത്ത ബസ്, മൂന്നാമത്തെ ബസ്, ലാസ്റ്റ് ബസ്, കൺട്രോൾ ബസ്. It is a group of connecting wires which is used to generate timing and control signals to control all the associated peripherals. Microprocessor uses control bus to process data. That is what to do with the selected memory location. അപ്പോൾ എന്ത് ചെയ്യണം, എന്താണ് അവിടെ നിയന്ത്രിക്കപ്പെടുന്നത്, അതിൻ്റെ ഈ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നതാണ് കൺട്രോൾ ബസ്. സം കൺട്രോൾ സിഗ്നൽസ് ആർ മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, ഐബാറോ റീഡ്, ഐബാറോ റൈറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്, ഓപ്പ് കോഡ് ഫെച്ച്. ഇതാണ് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിനകത്തുള്ള കൺട്രോൾ ബസിൻ്റെ പേരുകൾ. If one line of control bus may be the read bar write line, if one line of the control bus may be read, if ഇത് വൺ ലൈൻ മതി, ഇത് വൺ ലൈൻ ഓഫ് ദി കൺട്രോൾ ബസ് മേ ബി റീഡ് ഓർ ബാർ റൈറ്റ് ലൈൻ, ഇത് എഴുതിയാൽ മതി. ഇഫ് ദ വയർ ഈസ് low, bus is low, no electricity flowing, then the memory is read. If the wire is high, electricity is flowing, then the memory is written. ഇപ്പോൾ 0-ൽ നോ കറണ്ട്, 1-ൽ കറണ്ട് ഒഴുകും എന്നാണ് അർത്ഥം. That is that we have read. നെക്സ്റ്റ്, അപ്പോൾ ഇത്രയാണ് ഈ ബസ്സുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ബസ് ഓർഗനൈസേഷനാണ് നമ്മൾ പറഞ്ഞത്. ഡേറ്റാ ബസ്, കൺട്രോൾ ബസ്, അതിൻ്റെ ചെറിയ എക്സ്പ്ലനേഷൻ. ഇപ്പോൾ 3 അഡ്രസ് ബസ്, ഡേറ്റാ ബസ്, കൺട്രോൾ ബസ്, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം പഠിച്ചു. ഇനി പറയുന്നത് നമുക്ക് ഇതിനകത്ത് വരുന്ന നമ്മൾ പരാമർശിച്ചതും നമ്മൾ പറഞ്ഞതും പറയാത്തതുമായ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് തനിയെ വായിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ, എങ്കിലും ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇത് പലതും നേരത്തെ, അതായത് നമ്മുടെ കഴിഞ്ഞ സിലബസ് ഉണ്ടല്ലോ, അതിനകത്ത് ഇതില്ലായിരുന്നു. അതിന് മുമ്പത്തെ സിലബസ് അന്ന് ഇതുണ്ടായിരുന്നതാണ്. അപ്പം അന്ന് ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഈ മൈക്രോ പ്രോസസർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതാണ് നമ്മൾ വായിക്കുന്നത്.
അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസാണ് ഒരു മാർക്കിലൂടെ കാണിച്ചിരിക്കുന്നത്. ലിസ്റ്റ് ദി ആപ്ലിക്കേഷൻസ് ഓഫ് മൈക്രോ പ്രോസസർ ബേസ്ഡ് സിസ്റ്റം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ കാൽക്കുലേറ്ററിൽ മറ്റൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതൊന്നുകൂടി അത് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മൈക്രോ പ്രോസസർ എവിടെയെല്ലാം ഉപയോഗിക്കും. ഇപ്പോൾ യൂസസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് വൺ ഫോർ മെഷറിങ് ഡിസ്പ്ലേ ആൻഡ് കൺട്രോൾ ഓഫ് കറണ്ട്, വോൾട്ടേജ്, ടെമ്പറേച്ചർ, പ്രഷർ എക്സെട്ര. അപ്പോൾ കറണ്ട്, വോൾട്ടേജ്, ടെമ്പറേച്ചർ, പ്രഷർ എല്ലാം അളക്കുന്ന സ്ഥലത്ത് ഈ സാധനം ഉപയോഗിക്കാം, ഈ മൈക്രോ പ്രോസസർ ഉപയോഗിക്കാം. പിന്നെ ഫോർ ട്രാഫിക് കൺട്രോൾ ആൻഡ് ഇൻഡസ്ട്രിയൽ ടൂൾ കൺട്രോൾ. ഇതൊക്കെ വേണേൽ 2 3 എഴുതാൻ കേട്ടോ. അതായത് ട്രാഫിക് കൺട്രോൾ പറയണം, പിന്നെ യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ കൺട്രോൾ, ടൂൾ കൺട്രോൾ, അങ്ങനെയൊക്കെ പറയാം. യു ക്യാൻ എക്സ്പാൻഡ് ഇറ്റ് ഫോർ സ്പീഡ് കൺട്രോൾ ഓഫ് മെഷീൻസ്. മെഷീൻ്റെ സ്പീഡ് കൺട്രോളിനും. ഇപ്പോൾ വാഷിംഗ് മെഷീൻ മൈക്രോ കൺട്രോളർ ഉപയോഗിക്കാറുണ്ട്, അവിടെ മൈക്രോ പ്രോസസർ ഉപയോഗിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ആൻ അക്യൂമുലേറ്റർ? നമ്മൾ ആ പിൻ ഡയഗ്രം പഠിച്ചപ്പോൾ ഒരു പിന്ന് അക്യൂമുലേറ്ററാണ്. ഈ അക്യൂമുലേറ്ററിൻ്റെ പർപ്പസ് എന്താണ്, എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദി അക്യൂമുലേറ്റർ ഈസ് ദി രജിസ്റ്റർ അസോസിയേറ്റഡ് വിത്ത് ALU, അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ് ഓപ്പറേഷൻസ്, ആൻഡ് സംടൈംസ് ഇൻപുട്ട് ബാർ ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. അപ്പോൾ ALU ഓപ്പറേഷൻസും അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ALU നമ്മൾ ഉപയോഗിക്കുന്നത്. ALU അല്ല, ഈ അക്യൂമുലേറ്റർ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ALU. ALUവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാനാവാത്തൊരു പാർട്ടാണ്. ഇറ്റ് ഹോൾഡ്സ് വൺ ഓഫ് ഡേറ്റ ടു ബി പ്രോസസ്ഡ് ബൈ ALU. ALU പ്രോസസ് ചെയ്യുന്ന ഡേറ്റയാണ് അതിനകത്തുള്ളത്. ഇറ്റ് ഓൾസോ ടെമ്പററിലി സ്റ്റോർസ് ദ റിസൾട്ട് ഓഫ് ദി ഓപ്പറേഷൻ പെർഫോംഡ് ബൈ ദ ALU. ALU തരുന്ന റിസൾട്ട് ഈ അക്യൂമുലേറ്ററിനകത്ത് സ്റ്റോർ ചെയ്യും അല്ലെങ്കിൽ അക്യൂമുലേറ്റ് ചെയ്യും. അടുത്തൊരു നമ്പറാണ് ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ദി 16-bit രജിസ്റ്റേഴ്സ് ഓഫ് 8085 മൈക്രോ പ്രോസസർ. ഈ 8085 മൈക്രോ പ്രോസസ്സിൽ ഈ 16-bit രജിസ്റ്റേഴ്സ് ഇതൊക്കെയാണ്. സ്റ്റാക്ക് പോയിൻ്റർ SP ആൻഡ് പ്രോഗ്രാം കൗണ്ടർ PC. അപ്പോൾ എന്താണ് സ്റ്റാക്ക് പോയിൻ്റർ, എന്താണ് പ്രോഗ്രാം കൗണ്ടർ, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റിനകത്ത് നമ്മൾ കഴിഞ്ഞൊരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതിനകത്തുള്ള 16-bit രജിസ്റ്റേഴ്സിൻ്റെ എക്സാമ്പിളാണ്. 16-bit രജിസ്റ്റേഴ്സിൻ്റെ എക്സാമ്പിളാണ് സ്റ്റാക്ക് പോയിൻ്ററും പ്രോഗ്രാം കൗണ്ടറും. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദി അലൗഡ് രജിസ്റ്റർ പെയേഴ്സ് ഓഫ് 8085. 8085 ഒരു 6 രജിസ്റ്റർ ഉണ്ടല്ലോ, ജനറൽ പർപ്പസ് രജിസ്റ്റർ. അതിൻ്റെ പേരിങ് എങ്ങനെയാണെന്ന്. ഇപ്പോൾ ബിയും സിയും പെയർ ചെയ്യും. സോ BC രജിസ്റ്റർ പെയർ. പിന്നെ DE ആണ് കേട്ടോ, C അല്ല, DE രജിസ്റ്റർ പെയർ. നിങ്ങൾ കറക്റ്റ് ചെയ്യണം. DE രജിസ്റ്റർ പെയർ, പിന്നെ HL രജിസ്റ്റർ പെയർ. ഇങ്ങനെ 6 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സാണ്. അത് ഈ 2 വെച്ച് പെയർ ചെയ്യും. ഈ 2 എണ്ണം വെച്ച് പെയർ ചെയ്യും. BC പെയർ, DE പെയർ ആൻഡ് HL പെയർ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ ബ്ലോക്ക് ഡയഗ്രം നോക്കിയാൽ അവിടെ ജനറൽ പർപ്പസ് രജിസ്റ്റർ ഇങ്ങനെ മാർക്ക് വെച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മെൻഷൻ ദി പർപ്പസ് ഓഫ് SID ആൻഡ് SOD ലൈൻസ്. ആ 40 പിൻ ഡയഗ്രത്തിൽ നമ്മൾ SOD SID മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇട്ടുണ്ട്. SID അതിൻ്റെ പേര് സീരിയൽ ഇൻപുട്ട് ഡേറ്റ ലൈൻ എന്ന് പറയും. സീരിയൽ ഇൻപുട്ട് ഡേറ്റ ലൈൻ. ഇത് എന്തിനു വേണ്ടി ഉള്ളതാണ്? ഇറ്റ് ഈസ് ആൻ ഇൻപുട്ട് ലൈൻ ത്രൂ വിച്ച് ദ മൈക്രോ പ്രോസസർ അക്സെപ്റ്റ്സ് സീരിയൽ ഡേറ്റ. സീരിയൽ ഡേറ്റ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഇൻപുട്ട് ലൈനാണ് SID. SOD സീരിയൽ ഔട്ട്പുട്ട് ഡേറ്റ ലൈൻ. അതെന്തിനു വേണ്ടിയുള്ളതാണ്? ഇറ്റ് ഈസ് an output line through which the microprocessor sends output serial data. Another question, what is the function of the IO bar M signal in the 8085 microprocessor? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഈ
അയോബാറിയം എന്ന് പറയുന്ന ഒരു പിന്നുണ്ടല്ലോ, അതിൻ്റെ പർപ്പസ് എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റാറ്റസ് സിഗ്നൽ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മെമ്മറി ലൊക്കേഷൻസ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് വിച്ച് the signal is low, input bar output 0, it denotes the memory related operations. When the signal is high, input bar output is equal to 1, it denotes IBARO operation. അതായത് ഈ അയോബാറിയം 0 ആണെങ്കിൽ അത് മെമ്മറി റിലേറ്റഡ് ഓപ്പറേഷന് പ്രതിപാദിക്കും. നേരെ മറിച്ച് അയോബാറിയം 1 ആണെങ്കിൽ, ഹൈ ആണെങ്കിൽ, അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനെ റിലേറ്റ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ ഇൻറ്ററപ്റ്റ്? അവിടെ ഇൻറ്ററപ്റ്റ് പിൻസ് നമ്മൾ വായിച്ചാണല്ലോ. ഇൻറ്ററപ്റ്റിൻ്റെ തടസ്സം എന്നുള്ളതാണ്. അത് ഒരു ഇൻപുട്ട് വന്നിട്ട് അടുത്ത ഇൻപുട്ട് വരുന്നതിനിടയ്ക്കുള്ള ഒരു ഗ്യാപ്പ്, അതിനാണ് സൂചിപ്പിക്കുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ഇൻറ്ററപ്റ്റ്? Interrupt is an external signal that causes a microprocessor to jump to a specific subroutine. ഒരു സ്പെസിഫിക് സബ്റൂട്ടിലേക്ക് മാറുന്നതിന് കൊടുക്കുന്ന ഒരു പ്രത്യേക സിഗ്നലാണ്. ഒന്നിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നിലേക്ക് മാറണം, അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു സിഗ്നലാണ് ഇൻറ്ററപ്റ്റ് സിഗ്നൽ. ഇൻറ്ററപ്റ്റ്. അടുത്തത്, എക്സ്പ്ലെയിൻ പ്രയോറിറ്റി ഓഫ് ഇൻറ്ററപ്റ്റ്സ് ഓഫ് 8085 മൈക്രോപ്രോസസ്സർ. അപ്പോൾ ഇതിൽ ഒരു 4-5 ഇൻറ്ററപ്റ്റ് സിഗ്നൽ ഉണ്ട്. അത് ഏതാദ്യം ചെയ്യണം, ഏത് രണ്ടാമത് ചെയ്യണം, അതിനൊരു പ്രയോറിറ്റി ഉണ്ട്, ഒരു മുൻഗണനാക്രമമുണ്ട്. ആ മുൻഗണനാക്രമം എന്താണെന്നുള്ളതാണ്. ഇൻറ്ററപ്റ്റ് സിഗ്നൽ അല്ലെങ്കിൽ ഇൻറ്ററപ്റ്റ് ഓപ്പറേഷന് ഒരു മുൻഗണനയുണ്ട്, പ്രയോറിറ്റി ഉണ്ട്. അതെന്താണെന്ന്, ഈ 8085 മൈക്രോപ്രോസസ്സർ, 8085 മൈക്രോപ്രോസസ്സർ ഹാസ് 5 ഇൻറ്ററപ്റ്റ് ഇൻപുട്സ്. അപ്പോൾ 5 ഇൻറ്ററപ്റ്റ് ഇൻപുട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇതും നമ്മൾ ടെർമിനലായിട്ട് പിൻ ഡയഗ്രത്തിൽ കണ്ടതാണ്. They are trap, RST 7.5, RST 6.5, RST 5.5 and INTR. These interrupts have a fixed priority of interrupt service. അപ്പോൾ ഇതിനൊരു പ്രത്യേക പ്രയോറിറ്റി ഉണ്ട്. ഏതാദ്യം നടക്കണം എന്നുള്ളതിനൊരു പ്രയോറിറ്റി ഉണ്ട്. If 2 or more interrupts go high at the same time, the 8085 will സർവീസ് ദം ഓൺ പ്രയോറിറ്റി ബേസിസ്. ഇപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രയോറിറ്റി ബേസ് ഉണ്ട്. ഏതാദ്യം നടക്കണം എന്നുള്ളൊരു പ്രയോറിറ്റി ഉണ്ട്, മുൻഗണനയുണ്ട്. ദ ട്രാപ്പ് ഹാസ് ദി ഹൈസ്റ്റ് പ്രയോറിറ്റി. ഇപ്പോൾ ട്രാപ്പ് RST 7.5 അങ്ങനെയല്ല ഉള്ളത്. അപ്പോൾ ട്രാപ്പിനാണ് ഏറ്റവും കൂടിയ പ്രയോറിറ്റി ഉള്ളത്. ഫോളോഡ് ബൈ RST 7.5, RST 6.5 ആൻഡ് RST 5.5. അപ്പോൾ അതിൻ്റെ ഓർഡറിലാണ് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ദ പ്രയോറിറ്റി ഓഫ് ഇൻറ്ററപ്റ്റ്സ് ഇൻ 8085 ഈസ് ഷോൺ ഇൻ എ ടേബിൾ. ഒരു ടേബിളിനകത്ത് നമുക്ക് പ്രയോറിറ്റി ഇങ്ങനെ കാണിക്കുക. ഇതാണ് അതിൻ്റെ ടേബിൾ, പ്രയോറിറ്റി ടേബിളാണ്. ടോപ്പ് പ്രയോറിറ്റി ട്രാപ്പിനാണ്. അടുത്ത പ്രയോറിറ്റി RST 7.5, പിന്നെ RST 6.5, RST 5.5. ഇൻ്ററിന് INTRന് ലാസ്റ്റ് പ്രയോറിറ്റിയാണ്. അപ്പോൾ 2 ഇൻറ്ററപ്റ്റ് സിഗ്നൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ട്രാപ്പ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ മൈക്രോ കമ്പ്യൂട്ടർ? ഇപ്പോൾ നമ്മൾ മൈക്രോ പ്രോസസർ ആദ്യം ഡെഫിനിഷൻ പഠിച്ചു, മൈക്രോ കൺട്രോളർ പഠിച്ചു. ഇനിയിപ്പോൾ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? എ കമ്പ്യൂട്ടർ ദാറ്റ് ഈസ് ഡിസൈൻഡ് യൂസിങ് മൈക്രോ പ്രോസസർ ആസ് എ CPU ഈസ് കോൾഡ് മൈക്രോ കമ്പ്യൂട്ടർ. അപ്പോൾ 8085 പോലെയുള്ള, ഇപ്പോൾ ഇന്റലും പെറ്റിയും ഒക്കെ ഉണ്ട്, കൂടിയതൊക്കെ ഉണ്ട്, പിന്നെ മൈക്രോ പ്രോസസറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇന്റൽ 8085 ഒരു കമ്പ്യൂട്ടറിൻ്റെ CPU ആയിട്ട് വരികയാണെങ്കിൽ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ, അത്തരം ഒരു കമ്പ്യൂട്ടറിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ കമ്പ്യൂട്ടർ.
Next question, what is the signal classification of 8085? 8085 signal classification ഏതൊക്കെയാണ്? All the signals of 8085 can be classed into 6 group. 6 ഗ്രൂപ്പായിട്ട് നമുക്ക് സിഗ്നൽ ക്ലാസിഫിക്കേഷൻ നടത്താം. 6 ഗ്രൂപ്പായിട്ട്. സിഗ്നൽ ക്ലാസിഫിക്കേഷൻ നടത്താം. നമ്പർ 1 അഡ്രസ് ബസ്, നമ്പർ 2 ഡേറ്റാ ബസ്, നമ്പർ 3 സെൻട്രൽ ആൻഡ് control and status signals, number 4 power supply and frequency signals. Next is externally initiated signals. The last is serial input bar output ports. ഇത്രയാണ് ഇതിനകത്തുള്ള ക്ലാസിഫിക്കേഷൻ, സിഗ്നൽ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many interrupts does 8085 have mentioned them? എത്ര ഇൻറ്ററപ്റ്റുകളുണ്ട്, അത് ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്, റിപ്പീറ്റേഷനാണ്. ഇത് 8085 ഹാസ് 5 ഇൻറ്ററപ്റ്റ് സിഗ്നൽസ്. ദേ ഹാവ് INTR, RST 7.5, RST 6.5, RST 5.5 and TRAP. TRAP is with the maximum priority, that you know, that you have seen now. Next question, ബേസിക് കൺസെപ്റ്റ്സ് ഇൻ ദി മെമ്മറി ഇൻ്റർഫേസിങ്. ഇൻ്റർഫേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ, ഈ മൈക്രോ പ്രോസസ്സർ അടുത്തുള്ള അതിന് സമീപത്തുള്ള ഒരു പെരിഫറലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിന് വേണ്ട സംവിധാനമാണ്. ബേസിക് കൺസെപ്റ്റ്സ് ഇൻ ദി മെമ്മറി ഇൻ്റർഫേസിങ്. ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് മെമ്മറി ഇൻ്റർഫേസിങ് ഈസ് ദാറ്റ് ദ മൈക്രോ പ്രോസസ്സർ ഷുഡ് ബി ഏബിൾ ടു റീഡ് ഫ്രം ആൻഡ് റൈറ്റ് ഇൻ ടു a given register of a memory chip. To perform these operations, the microprocessor should be able to select the chip, identify the register, enable the appropriate buffer. അപ്പോൾ എന്താണ് ഈ മെമ്മറി ഇൻ്റർഫേസിങ്ങിൻ്റെ കൺസെപ്റ്റ് എന്താണ്? ഇപ്പോൾ മെമ്മറി ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഈ മൈക്രോ പ്രോസസ്സർ അതിൽ പിടിപ്പിച്ചിട്ടുള്ള ഈ പെരിഫറലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയാണ്. ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് മെമ്മറി ഇൻ്റർഫേസിങ് ഈസ് ദാറ്റ്, ഇതിവിടെ മെമ്മറി ഇൻ്റർഫേസിൻ്റെ കാര്യമാണ് പറയുന്നത്, ഈസ് ദാറ്റ് ദി മൈക്രോ പ്രോസസർ ഷുഡ് ബി ഏബിൾ ടു റീഡ് ഫ്രം ഓർ റൈറ്റ് ഇൻ ടു എ ഗിവൺ രജിസ്റ്റർ. അപ്പോൾ ഗിവൺ മെമ്മറി രജിസ്റ്ററിൽ എഴുതാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് വായിക്കാൻ ഉള്ള രീതി ഓഫ് എ മെമ്മറി ചിപ്പ് പെർഫോം ദീസ് ഓപ്പറേഷൻസ് ദ മൈക്രോ പ്രോസസർ ഷുഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് മെമ്മറിയിൽ നിന്ന് വായിക്കാനും മെമ്മറി റൈറ്റ് ചെയ്യാനും വേണ്ട സംഗതികൾ ഇതൊക്കെയാണ്. ബി ഏബിൾ ടു സെലക്ട് ദ ചിപ്പ്. ഇപ്പോൾ മെമ്മറി ഇൻ്റർഫേസിങ്ങിൽ ഇത്രയും വരും. ബി ഏബിൾ ടു സെലക്ട് ദ ചിപ്പ് സെലക്ട് ചെയ്യണം. ഐഡൻറ്റിഫൈ ദ രജിസ്റ്റർ ഏതാണ്, ഡി ആണോ എൽ ആണോ അല്ലെങ്കിൽ സി ആണോ എന്നൊക്കെ നോക്കണം. ഐഡൻറ്റിഫൈ ദ രജിസ്റ്റർ, എനേബിൾ ദ അപ്രോപ്രിയേറ്റ് ബഫർ എന്ന് വെച്ചാൽ ഇൻ്റർ കണക്ഷൻ, അതും നമ്മൾ കണ്ടുപിടിക്കണം. അടുത്തത് ഡിഫൈൻ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ, മെഷീൻ സൈക്കിൾ ആൻഡ് ടി സ്റ്റേറ്റ്. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ, മെഷീൻ സൈക്കിൾ, ടി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ ഈ 8085 മൈക്രോ പ്രോസസ്സറിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട ടേമുകളാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ, മെഷീൻ സൈക്കിൾ, ടി സ്റ്റേറ്റ്. ടി സ്റ്റേറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഈസ് ഡിഫൈൻഡ് ആസ് ദി ടൈം റിക്വയർഡ് ഫോർ കംപ്ലീറ്റിംഗ് ദി എക്സിക്യൂഷൻ ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ. ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈമാണ്. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം റിക്വയർഡ് ഫോർ, ഒരു 4 ചേർത്തുകൂടാ, ഫോർ കംപ്ലീറ്റിംഗ് ദി എക്സിക്യൂഷൻ ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ. മെഷീൻ സൈക്കിൾ ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം, എല്ലാം ടൈമായിട്ടാണ് പറയുന്നത്. മെഷീൻ സൈക്കിൾ ഈസ് ഡിഫൈൻഡ് ആസ് ദി ടൈം ഫോർ റിക്വയർഡ് ഫോർ കംപ്ലീറ്റിംഗ് വൺ ഓപ്പറേഷൻ ഓഫ് ആക്സസിങ് മെമ്മറി ഓർ ഇൻപുട്ട് ബാർ ഔട്ട്പുട്ട് ഓർ അക്നോളജിങ് ആൻ എക്സ്റ്റേണൽ റിക്വസ്റ്റ്. T cycle is defined as one subdivision
ഓഫ് ദി ഓപ്പറേഷൻ പെർഫോംഡ് ഇൻ വൺ ക്ലോക്ക് പീരീഡ്. വൺ ക്ലോക്ക് പീരീഡിൽ ചെയ്യുന്ന ഓപ്പറേഷൻ്റെ ഒരു സബ് ഡിവിഷനാണ്. ഒരു ക്ലോക്ക് സൈക്കിളിൽ മൈക്രോ പ്രോസസ്സർ ചെയ്യുന്ന ഓപ്പറേഷൻ്റെ ഒരു സബ് ഡിവിഷനായി വിളിക്കുന്ന പേരാണ് ടി സൈക്കിൾ. അടുത്ത വാട്ട് ഈസ് എ എൽ ഇ? നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എ എൽ ഇ പറയത്തില്ല, അതുപോലെ ഇവിടെ ഒരു എ എൽ ഇ ഉണ്ട്. എന്താണ് ഇവിടെ എ എൽ ഇ? എ എൽ ഇ ഈസ് യൂസ്ഡ് ടു ലാച്ച്. ലാച്ച് എന്ന് പറഞ്ഞാൽ കൊളുത്തെന്ന് പറയും, കണക്ഷൻ തന്നെ, കണക്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. The AL is used to latch the lower order address so that it can be available in T2 and T3 and used for identifying the memory address. AL is used to latch, connect the lower order address so that it can available in T2 and T3 and used for identifying the memory address. During T1, the ALE goes up. The latch is transparent. അതിന് ഈ ട്രാൻസ്പെറൻറ്റ് ലാച്ച് നേരത്തെ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ നമുക്ക് പഠിക്കാനില്ല. ട്രാൻസ്പെറൻറ്റ് ലാച്ചിൻ്റെ എക്സാമ്പിളാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. അത് സിലബസിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് ലാച്ച് ഇവിടെ വരുന്നുണ്ട്. ഗോസ് ഹൈ ദ ട്രാൻസ്പെറൻറ്റ് latch that is the output changes according to the input data. So the output of the latch is the lower order address. When ALE goes low, the lower order address is latched until the next ALE. Next question. How many machine cycles does 8085 have? Mention them. ഈ 8085 മൈക്രോപ്രോസസറിന് എത്ര മെഷീൻ സൈക്കിൾസ് ഉണ്ടെന്നാണ് ചോദ്യം. ഇത് 8085 മൈക്രോപ്രോസസർ ഹാവ് മെഷീൻ സൈക്കിൾസ്. They are opcode fetch, memory read, memory write, iBarrow read, iBarrow write, interrupt acknowledge, ബസ്, ഐഡിൽ. ഇത്രയാണ് അതിനകത്തുള്ളത് മെഷീൻ സൈക്കിൾസ്. അത് ശരിക്കും ഒന്ന് എഴുതി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ സിഗ്നൽസ് ഹോൾഡ്, റെഡി ആൻഡ് SID. SID നമ്മൾ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തതാണ്, SID ആൻഡ് SOD. അതിന് അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് പറയുകയാണ്. എക്സ്പ്ലെയിൻ the signals hold, ready and STD. Number 1, hold indicates that a peripheral such as DMA control is requesting the use of address bus, data bus and control bus. Hold indicates that a peripheral such as DMA controller is requesting. ഇപ്പോൾ DMA കൺട്രോൾ ഡിവൈസ് അതൊരു പെരിഫറൽ ഡിവൈസാണ്, അതുമായിട്ടുള്ള കണക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഈസ് റിക്വസ്റ്റിംഗ് ദ യൂസ് ഓഫ് അഡ്രസ് ബസ്, ഡേറ്റാ ബസ് ആൻഡ് കൺട്രോൾ ബസ്. നെക്സ്റ്റ്, റെഡി ഈസ് യൂസ്ഡ് ടു ഡിലേ ദ മൈക്രോ പ്രോസസ്സർ റീഡ് ഓർ റൈറ്റ് സൈക്കിൾസ് അണ്ടിൽ എ സ്ലോ റെസ്പോണ്ടിങ് പെരിഫറൽ ഈസ് റെഡി ടു അക്സെപ്റ്റ് ഓർ സെൻഡ് ഡേറ്റ. ചില പെരിഫറൽ സ്ലോ ആയിരിക്കും, അതിനൊപ്പിച്ച് പോകാൻ വേണ്ടി കൊടുക്കുന്നതാണ് റെഡി. SID ഈസ് യൂസ്ഡ് ടു അക്സെപ്റ്റ് സീരിയൽ ഡേറ്റ ബിറ്റ് ബൈ ബിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ ഫ്ലാഗ്സ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫ്ലാഗ് എന്താണ്? ഫ്ലാഗ്സ് ആർ യൂസ്ഡ് to reflect the data conditions in the accumulator. Flags are memory devices. അത് ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ടുകളാണ്. The flags are used to reflect the data conditions in the accumulator. ഇത് 8085 ഫ്ലാഗ്സ് ആർ. അപ്പോൾ അതിനകത്തുള്ള ഫ്ലാഗ്സ് അല്ലെങ്കിൽ FFs ഈ പറയുന്നതാണ്. S ഫ്ലാഗ്, Z ഫ്ലാഗ്, A ഫ്ലാഗ്,
പി ഫ്ലാഗ്, സി ഫ്ലാഗ്. അപ്പോൾ അതിന് ഫുൾ ഫോമാണ് സൈൻ ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, ഓക്സിലറി ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്, ക്യാരി ഫ്ലാഗ്. ഇങ്ങനെ 5 ഫ്ലാഗാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഫ്ലാഗ്സ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്സ് മെമ്മറി ഡിവൈസസ്. ഇനി വാട്ട് ഈസ് ഇൻ്റർഫേസിങ്? ഇൻ്റർഫേസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇൻ്റർഫേസ് ഈസ് എ ഷെയർഡ് ബൗണ്ടറി ബിറ്റ്വീൻ ദ ഡിവൈസസ് വിച്ച് ഇൻവോൾവ്സ് ഷെയറിങ് ഇൻഫർമേഷൻ. അപ്പോൾ അത് ഈ മൈക്രോ പ്രോസസ്സറും ഈ പെരിഫറൽ ഡിവൈസ് അതുമായിട്ട് അനുബന്ധ ഡിവൈസുമായിട്ട് ഷെയർ ചെയ്യുന്ന ആ ഭാഗത്തെ വിളിക്കുന്ന പേര് ഇൻ്റർഫേസ്. ആ ഇൻ്റർഫേസ് ഷെയർഡ് ബൗണ്ടറി ബിറ്റ്വീൻ ദ ഡിവൈസസ് വിച്ച് ഇൻവോൾവ്സ് ഷെയറിങ് ഇൻഫർമേഷൻ. Interfacing is the process of making two different systems communicate with each other. Next question, what is memory mapping? Memory mapping എന്ന് പറഞ്ഞാൽ എന്താണ്? The assignment of a memory address to various registers in a memory chip is called memory mapping. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഐബാറോ മാപ്പിംഗ്? നമ്പർ 32 ക്വസ്റ്റ്യൻ അല്ല, ഞാൻ ചിലതെല്ലാം മാറ്റി, ലെസ് ഇമ്പോർട്ടൻ്റ് മാറ്റി, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 32 എന്ന് വായിക്കേണ്ട. അടുത്ത നമ്പർ, വാട്ട് ഈസ് ഐബാറോ മാപ്പിംഗ്? ഇത് അസൈൻമെൻറ്റ് ഓഫ് അഡ്രസ് ടു വേരിയസ് ഇൻപുട്ട് ബാർ ഔട്ട്പുട്ട് ഡിവൈസസ് ഇൻ ദ മെമ്മറി ചിപ്പ് ഈസ് കോൾഡ് ഐബാറോ മാപ്പിംഗ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ പിന്നെ എസ് എ 2 പഠിച്ചു, പിന്നെ കുറേ ഷോർട്ട് ആൻസർ. അപ്പോൾ ഇതിനകത്തൊരു 2-3 ഷോർട്ട് ആൻസർ ഉണ്ട്. ഇത് 1-2 ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 ക്ലാസ് കൊണ്ട് ഇത് എത്ര വേണമെങ്കിൽ നീട്ടിക്കൊണ്ട് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ C++ പോലെയാണ്. അപ്പോൾ അവസാനിക്കാതെ പോകാം. മറ്റ് എല്ലാ പേപ്പറിനേക്കാൾ ലെങ്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചു തീർക്കണ്ടേ? അപ്പോൾ 2 ചെറിയ ക്ലാസ് കൊണ്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. സോ ദിസ് ഈസ് ക്ലാസ് നമ്പർ 64. യു വെയിറ്റ് ഫോർ 65 and 66. With the 66 we finish this paper. Thank you.